നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിഷുവാണ് വരാൻ പോകുന്നത്. പണ്ട് മുതൽക്കേ നാം വിഷുവിന് പല ചടങ്ങുകളും ആചരിച്ചു വരാറുണ്ട്. കണി കാണൽ, പടക്കം പൊട്ടിക്കൽ, പുതുവസ്ത്രം ധരിക്കൽ എന്നിങ്ങനെയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് കൈനീട്ടം. കൈനീട്ടമില്ലാതെ എന്ത് വിഷു? വിഷുവിന് മുതിർന്നവർ ഇളയവർക്ക് കൈനീട്ടം നൽകുന്ന ഒരു ചടങ്ങ് എല്ലായിടത്തും ഉണ്ട്. അത് ഇന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവനായിട്ട് എല്ലായിടത്തുമുള്ള ഒരു ചടങ്ങാണ് കൈനീട്ടം. കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരമാണ് കൈനീട്ടം കിട്ടുന്നതെന്ന്. വിഷുവിന് കൈനീട്ടം ലഭിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും എന്നതാണ് വിശ്വാസം. നല്ല മനസ്സോടെ കൈനീട്ടം നൽകുകയാണ് എങ്കിൽ അത് വാങ്ങിക്കുന്ന വ്യക്തിക്കും കൊടുക്കുന്ന വ്യക്തിക്കും ശുഭകരമായ അനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. എന്നാൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് അശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരിക്കലും കണി കണ്ട ശേഷം ആദ്യം ഈ പറയാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങരുത്. ഒരിക്കലും വാങ്ങരുത് എന്നല്ല, ആദ്യം വാങ്ങരുത്. അതായത് ആദ്യം ഇവരിൽ നിന്ന് വാങ്ങരുത്. മറ്റുള്ള നമ്മൾക്ക് അനുയോജ്യമായ നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിയതിന് ശേഷം, അതായത് ഒരു കൈനീട്ടം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ വാങ്ങുന്നതല്ലേ മെയിനായിട്ട് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യം അതിനാണ്. അപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാരിൽ നിന്ന് ഈ വാങ്ങാതിരുന്നിട്ട് മറ്റു നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിയതിന് ശേഷം മാത്രം ഈ പറയുന്ന നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. അതിൽ ആദ്യം അശ്വതി നക്ഷത്രക്കാർ ആരിൽ നിന്നാണ് വാങ്ങാൻ പാടില്ലാത്തത് എന്ന് പറയാം. ഇവർ കാർത്തിക നക്ഷത്രക്കാരിൽ നിന്നും മകീരം, പുണർദം, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല. അതായത് അശ്വതി നക്ഷത്രക്കാർ കൈനീട്ടം വാങ്ങാൻ പാടില്ലാത്ത നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയതിന് ശേഷം, അതായത് മറ്റുള്ള നമുക്ക് അനുയോജ്യമായ നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ഈ നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങുന്നതിന് കുഴപ്പമില്ല. ഇനി അടുത്തത് ഭരണി. ഭരണി നക്ഷത്രക്കാർ രോഹിണി, തിരുവാതിര, പൂയം, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം ഒരിക്കലും കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല. കാരണം ഇവർ വേദ നക്ഷത്രക്കാർ ആയതിനാലും അഷ്ടമരാശിക്കാരായതിനാലുമാണ് ഇങ്ങനെ പറയുന്നത്. മറ്റുള്ള നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിയതിനു ശേഷമേ ഇവരിൽ നിന്ന് വാങ്ങാൻ പാടുള്ളൂ. ഇനി കാർത്തിക നക്ഷത്രക്കാർ മകീരം, പുണർദം, ആയില്യം, വിശാഖം, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല. മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയതിനു ശേഷം അവർക്കും ഇതുപോലെ ഈ നക്ഷത്രക്കാർ, അതായത് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കാണുമല്ലോ, അപ്പം മറ്റുള്ള നമുക്ക് അനുയോജ്യമായ നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ഇവരിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇനി രോഹിണി നക്ഷത്രക്കാർ തിരുവാതിര, മകം, ചോതി, പൂരാടം, മൂലം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല. ഇനി മകീര നക്ഷത്രക്കാര് അവർ ഒരിക്കലും ചിത്തിര, അവിട്ടം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല. അതായത് പറഞ്ഞു വരുന്നത് ആദ്യം വാങ്ങരുത്. അതായത് ആദ്യം നമുക്ക് ചേരുന്ന നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ഈ നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർ പൂയം, മകം, ഉത്രം, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല. ഈ പുണർദം നക്ഷത്രക്കാർ ആയില്യം, പൂയം, അത്തം, ഉത്രാടം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ഒരിക്കലും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല. അത് വളരെ ശുഭകരമായിട്ട് കാണുന്നില്ല. പൂയം നക്ഷത്രക്കാർ മകം, ഉത്രം, ചിത്തിര, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങുന്നത് ദോഷകരമാണ്. ഇനി ആയില്യം നക്ഷത്രക്കാർ പൂരം, അത്തം, ചോതി, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങുന്നത് ശുഭകരമല്ല. മകം നക്ഷത്രക്കാർ ഉത്രം, ചിത്തിര, വിശാഖം, ഉത്രട്ടാതി, രോഹിണി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നതും ദോഷകരമാണെന്നാണ് വിശ്വാസം. ഇനി പൂരം നക്ഷത്രക്കാർക്ക് കുറച്ചധികം നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് ദോഷകരമാണ്. അത് നക്ഷത്രങ്ങളാണ് അത്തം, ചോതി, അനിഴം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്ന് ആദ്യം കൈനീട്ടം വാങ്ങുന്നത് ശുഭകരമല്ല. ഉത്രം നക്ഷത്രക്കാർ ചിത്തിര, വിശാഖം, തൃക്കേട്ട, പൂരുരുട്ടാതി, അശ്വതി, തിരുവാതിര, ഭരണി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല. അത്തം നക്ഷത്രക്കാർ അശ്വതി, ചോതി, അനിഴം, പൂരം, ഭരണി, പുണർദം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം ഒരിക്കലും കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല. ചിത്തിര നക്ഷത്രക്കാർ വിശാഖം, തൃക്കേട്ട, പൂരാടം, കാർത്തിക, പൂയം, മകീരം, അവിട്ടം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല.
ചോതി ചോതി നക്ഷത്രക്കാർ അനിഴം, പൂരം, ഉത്രാടം, കാർത്തിക, രോഹിണി, മകയിരം, ആയില്യം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിശാഖം നക്ഷത്രക്കാർ കാർത്തിക, രോഹിണി, മകയിരം, മകം, തൃക്കേട്ട, പൂരാടം, തിരുവോണം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അനിഴം നക്ഷത്രക്കാർ മൂലം, ഉത്രാടം, അവിട്ടം, മകയിരം, പുണർദം, തിരുവാതിര എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി തൃക്കേട്ട നക്ഷത്രക്കാർ പൂരാടം, തിരുവോണം, ചതയം, മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക, അദോഷകരമാണ്. പൂരം നക്ഷത്രക്കാർ ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി, പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടില്ല. പൂരാടം നക്ഷത്രക്കാർ തിരുവോണം, ചതയം, ഉത്രട്ടാതി, ആയില്യം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രാട നക്ഷത്രക്കാർ അവിട്ടം, പൂരുരുട്ടാതി, രേവതി, മകം, ചോതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല. തിരുവോണം നക്ഷത്രക്കാർ തിരുവാതിര, ചതയം, ഉത്രട്ടാതി, അശ്വതി, മകയിരം, പുണർദം, മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവിട്ടം നക്ഷത്രക്കാർ പൂരുരുട്ടാതി, രേവതി, ഭരണി, അനിഴം, ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചതയം നക്ഷത്രക്കാര് അത്തം, ചിത്തിര, ഉത്രം, കാർത്തിക, തൃക്കേട്ട, അശ്വതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ഒരിക്കലും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടില്ല, അത് ദോഷകരമായിട്ടാണ് കാണപ്പെടുന്നത്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഉത്രം, രേവതി, ഭരണി, രോഹിണി, അത്തം, പൂരം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഉത്രട്ടാതി നക്ഷത്രക്കാർ അശ്വതി, കാർത്തിക, മകയിരം, ചിത്തിര, ചോതി, പൂരാടം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടുള്ളതല്ല. ഇനി രേവതി നക്ഷത്രക്കാർ ഭരണി, രോഹിണി, തിരുവാതിര, ചിത്തിര, ചോതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും ആദ്യം കൈനീട്ടം വാങ്ങാൻ പാടില്ല. ഇപ്പൊ ഈ ഇത്രയും നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞു വന്നത്, ഇവർ ആദ്യം ഈ നക്ഷത്രക്കാരിൽ, അതായത് നമുക്ക് ഇന്ന നക്ഷത്രക്കാർ ഈ പറഞ്ഞ നാളുകാരിൽ നിന്ന് ആദ്യം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം എന്ന് പറയുന്നത് നമുക്കൊരു വർഷത്തിന്റെ ഫലങ്ങളല്ലേ ഒരു വിഷു കൈനീട്ടത്തിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ഫലം അതിന്റെ പൂർണ്ണമായ രീതിയിൽ സാമ്പത്തിക പുരോഗതിയാണ് നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നത്. അത് പൂർണ്ണമായ രീതിയിൽ നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഈ നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങാതിരിക്കുക. അതായത് വീട്ടിൽ മറ്റുള്ള നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ഈ നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങാതിരുന്നതിന് ശേഷം വേറെ നമ്മുടെ വീട്ടിൽ മറ്റുള്ള ധാരാളം നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ഇവരിൽ നിന്ന് വാങ്ങുന്നതിന് കുഴപ്പമില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രവിധികൾ അനുസരിച്ച്, അതായത് ജ്യോതിഷ വിധികൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ട്. എന്താണ് കൈനീട്ടം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാലും ചിലപ്പോൾ ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടാവണമെന്നില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണും. എങ്കിൽ പോലും ഇങ്ങനെ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയതിന് ശേഷം രണ്ടാമത് ഇവരിൽ നിന്ന് വാങ്ങുന്നതിന് കുഴപ്പമില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതൊക്കെ വളരെ സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവർക്കും നല്ലൊരു വിഷു വരട്ടെ. നല്ലൊരു സാമ്പത്തിക സ്ഥിതി എവർക്കും ഉണ്ടാകട്ടെ. സാമ്പത്തികമാണ് ഇപ്പോൾ എല്ലാവരും പരാധീനതയിലെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോലിയിൽ നിന്നൊന്നും അധിക വരുമാനങ്ങളൊന്നും കിട്ടാതെയുള്ളൊരവസ്ഥയില്ല, എവർക്കുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവട്ടെ, മനസ്സന്തോഷം അധികം ഉണ്ടാവട്ടെ, മനസ്സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിരിക്കട്ടെ. നമസ്കാരം.